കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കടമക്കുടിയിൽ ഒരു ബോട്ടിംഗ്. അതെന്തായാലും കഴിഞ്ഞ ദിവസം സംഭവിച്ചു. പ്രിയ സുഹൃത്തായ ജോൺസ് ഹെവൻ്റെ ബോട്ടിലാണ് ആ യാത്ര. ഇതാണ് നമ്മുടെ ജോണേട്ടൻ. കടമക്കുടിയെ അടുത്തറിയാൻ, കടമക്കുടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ജോണേട്ടൻ്റെ ബോട്ടിൽ യാത്ര ചെയ്താൽ മതി. കടമക്കുടിയുടെ ചരിത്രവും എല്ലാം അദ്ദേഹം നമുക്ക് ഈ യാത്രയിൽ വിവരിച്ചു നൽകും. അതിമനോഹരമായ ഒരു പുഴയിലൂടെയും കായലിലൂടെയും ഉള്ള യാത്രകൾ, നല്ല ചീനവലകളും കെട്ടുകളും എല്ലാം കണ്ടുള്ളൊരു കാഴ്ചകൾ. ജോൺസ് ഹെവനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ജോണേട്ടനോട് തന്നെ. അപ്പോൾ ഞങ്ങളിപ്പോൾ കടമക്കുടി ബോട്ടിങ്ങിലാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജോൺസ് ഹെവനിലാണ്. ജോൺസ് ഹെവൻ നിങ്ങൾക്കറിയാൻ പറ്റും, ഞാൻ പഴയൊരു വീഡിയോയിലൊക്കെ ഇവരുടെ റിസോർട്ടിനെ കുറിച്ചും ഇവരുടെ ബോട്ടിനെ കുറിച്ചൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഓണം, അപ്പോൾ ചതയദിനമാണ്. അപ്പോൾ ഇന്ന് കടമക്കുടിയിലൊക്കെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബോട്ടിങ്ങിന് ശരിക്കും നല്ല തിരക്കാണ്. എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോണേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ആ ബോട്ട് ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നേരെ പോണത് ജോൺസ് ഹെവനിലാണ്. ഞങ്ങൾക്ക് ഇവിടെ ഷാപ്പൊക്കെ കാണാൻ പറ്റും, കടമക്കുടി ഷാപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതായത് കടമക്കുടിയിൽ വന്നാൽ ആദ്യം വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെയാണ് കടമക്കുടി ഷാപ്പ്. അത് കുടിക്കാറില്ല കേട്ടോ, അവിടുത്തെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു പുഴയുടെ നടുക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിങ്ങിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ്, അതായത് നല്ല ഒരു ചെറിയ റേറ്റിൽ നമുക്ക് കടമക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം, ജോണേട്ടൻ നമ്പർ കൊടുത്തേക്കാം. ജോണേട്ടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം. ജോണേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ജോണേട്ടാ ഹായ്. അപ്പോൾ ജോണേട്ടൻ്റെ സ്വന്തം ബോട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണമൊക്കെ എന്താണ് പറയാനുള്ളത്? ജോൺസ് ഹെവനിൽ നല്ല തിരക്കായിരുന്നു. ഓണാഘോഷ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് നല്ല തിരക്കായിരുന്നു. കടമക്കുടി ഷാപ്പാണ്. അപ്പൊ ചതയോട്ട് ഇന്ന് അവധിയാണ്. ഇന്ന് ധാരാളം, ഇന്ന് അത്ര തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണം അല്ലേ? അതെ അതെ, നല്ല തിരക്കാണ്. ഇന്നലെ മിനിയൊന്നൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പൊ സമയം 4:30 ആയപ്പോ തന്നെ കടമക്കുടി നിറഞ്ഞു കഴിഞ്ഞു, അവിടെ ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ബോട്ടിങ് എങ്ങനെയായിരിക്കും? ഇവിടെ വന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ച് വരുന്നവരുണ്ട്. പിന്നെ അവിടെ ടൂറിസ്റ്റുകൾ വരുന്നവര് വന്ന് ബോട്ടില് നമ്മള് ബോട്ട് കയറി പോകും. സ്പീഡ് ബോട്ടൊക്കെ ആൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ തന്നെ കുമാർ കയറിയപ്പോഴത്തേക്ക് ഒരു ഫാമിലി വന്ന് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വേറെ വേണ്ട, ചേട്ടൻ എപ്പോ വരും, തിരിച്ചു വരും, അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. നമ്മള് സ്പീഡ് ബോട്ട് മോഡല് ഇപ്പൊ നമ്മള് പെരിയാറിന്റെ കൈ വഴി വന്ന് വേമ്പനാട് കായലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടക്കാണ് പോകുന്ന വഴിയാണ് നമ്മുടെ ജോൺസ് ഹെവൻ നമ്മള് ഹോം സ്റ്റേ ഉള്ളത്. അവിടെ 4 AC റൂം അറ്റാച്ച്ഡ് AC റൂമുണ്ട്. 1200 സ്ക്വയർ ഫീറ്റ് റൂമുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് സെപ്പറേറ്റ് 2 ഹട്ടുകളുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു പാക്കേജ് ഇനി ഉടനെ തുടങ്ങിയാണ്, ബോട്ടിങ്ങും ഫുഡും ആയിട്ട് 1 ഡേ പ്രോഗ്രാം. 2.5 ഏക്കറിന്റെ ഫാമിൽ മീൻ വളർത്തലാണ്. അവിടെ ചൂണ്ടിയിടാനുള്ള സൗകര്യമുണ്ട്. ചൂണ്ടിയിട്ട് മീൻ പിടിച്ചിട്ട് വേണമെങ്കിൽ റെഡിയാക്കി കഴിക്കാവുന്ന സൗകര്യമുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കിച്ചൺ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെപ്പറേറ്റ് വരണവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് റെഡിയാക്കി കഴിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോയിട്ട് വേമ്പനാട് കായലിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളെ കൊച്ചി വാട്ടർ മെട്രോ, ഇവിടെ കടമക്കുടിയുടെ വാട്ടർ മെട്രോ കാണാം. പിന്നെ വേറൊരു സംഭവം, വാട്ടർ മെട്രോ നിങ്ങളുടെ ജോൺസ് ഹെവന്റെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് അത് ശ്രദ്ധിക്കുക. കടമക്കുടി വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജോൺസ് ഹെവന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ജോൺസ് ഹെവൻ. വാട്ടർ മെട്രോന്റെ അടുത്ത് തന്നെയാണ്. അതായത് ഉദ്ഘാടനം കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് എറണാകുളത്തു നിന്നുള്ളവർക്ക് നേരിട്ട് എന്തായാലും ജോൺസ് ഹെവനിലേക്ക് നേരിട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ കടമക്കുടി വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. ഏകദേശം ഡിസംബറോടെ ഉദ്ഘാടനം നടക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ജോൺസ് ഹെവൻ. ഇതാണ് ജോൺസ് ഹെവൻ്റെ റിസോർട്ട്. ഇവിടെ വന്നിറങ്ങിയാൽ നിങ്ങളെല്ലാവരും ഒരു സ്വർഗത്തിലെത്തിയതുപോലെ തന്നെയാണ്.
അപ്പോൾ ഇതാണ് ജോൺസ് ഹെവൻ, കടമക്കുടിയിലെ ജോണേട്ടൻ്റെ ജോൺസ് ഹെവൻ. നല്ല നല്ല ഫാം ഹൗസാണിത്. കുറേ മീനുകളും ഞണ്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നമുക്കിതിനെ പിടിച്ച് ഇവിടെ വെച്ച് തന്നെ കറി വെച്ച് തിന്നാവുന്ന സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല രസമാണ് ആ കെട്ടിൽ ആ മീനുകൾ തുള്ളിച്ചാടുന്നത് കാണാൻ. അതുമാത്രമല്ല ഇവിടെ നല്ല അടിപൊളി റൂംസും കിട്ടും, AC റൂംസ്. ഇതുമാത്രമല്ല ഇവിടെ ഇതിലൊരു പരിപാടി ഫങ്ഷൻസൊക്കെ വെക്കാനായിട്ട് അതിവിശാലമായ ഒരു വലിയ ഓപ്പൺ ഹോളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ പരിപാടികളും ഗെറ്റ് ടുഗദറൊക്കെ ഇവിടെ നടത്താവുന്നതാണ്. ഊഞ്ഞാലയൊക്കെ ഉണ്ട്. ആ ഊഞ്ഞാലയൊക്കെ ആടി ആ ഒരു സായാഹ്നത്തിൽ നിങ്ങളുടെ ആ ഒരു നല്ല നിമിഷങ്ങൾ ഒപ്പിയെടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു യാത്ര. ജോൺസ് ഹെവൻ പെഡൽ സ്റ്റാൻഡ് ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കടമക്കുടിയിൽ വരികയാണെങ്കിൽ ജോൺസ് ഹെവൻ സന്ദർശിക്കുക. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. മനസ്സിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളും അകറ്റി ഇവിടെ നിങ്ങൾക്ക് താമസിക്കുകയാണെങ്കിൽ താമസിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ ജോൺസ് ഹെവനിൽ വരിക, ഉല്ലസിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോട് പറയുക.